ഗുഡ് മോർണിംഗ് ഷാബ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴത്തെ പോലെ രസകരം തന്നെ. ഓക്കെ, എന്നാൽ ചെറിയ വീഡിയോ ആയിരിക്കും. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കണ്ടല്ലോ, എല്ലാ ഫേസ് ഓഫും കഴിഞ്ഞു. അലക്സ് പെരേര അൺക്ലേവ് എല്ലാ ഫേസ് ഓഫും, മീഡിയ പ്രസ് കോൺഫറൻസ് ഫേസ് ഓഫ് ആൻഡ് ഫൈനൽ ഫേസ് ഓഫ്. അതായത് ഫൈനൽ ഫേസ് ഓഫ് എന്ന് പറയുമ്പോൾ അലക്സ് പെയിൻ്റൊക്കെ അടിച്ചിട്ട് വന്ന് സംഭവം എല്ലാം കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുകയാണ്. നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് രൂപേണ അയയ്ക്കുക. ഓക്കെ, അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എൻ്റെ തോന്നലുകളാണ് ഗൈസ്. അപ്പോൾ അത് തെറ്റായിരിക്കാം, കാരണം ഓരോ മനുഷ്യർക്കും ഓരോ തോന്നലുകളുണ്ട്. അപ്പോൾ അത് തെറ്റായിരിക്കാം, ശരിയായിരിക്കാം. അപ്പോൾ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ അലക്സ് ആങ്ക്ലേവ്, നമുക്ക് ആങ്ക്ലേവിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ ആങ്ക്ലേവ് എപ്പോഴത്തെ പോലെ തന്നെ ഭയങ്കര ചിരിയായിരുന്നു. ഒരുപക്ഷെ ഈ അലക്സ് ചുമന്ന പെയിൻ്റൊക്കെ അടിച്ച് വന്നിട്ടും ഞാനൊരു ഉന്തും തള്ളുമൊക്കെ പ്രതീക്ഷിച്ചു, പക്ഷെ അത് നടന്നില്ല. ആങ്ക്ലേവ് ചിരിയായിരുന്നു. അപ്പോൾ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഈ അലക്സ് ചുമന്ന പെയിൻ്റൊക്കെ അടിച്ച് വരുമ്പോൾ എൻ്റെ ഓർമ്മയിൽ, തെറ്റായിരിക്കാം, എൻ്റെ ഓർമ്മയിൽ ആരും ഇതുവരെ അങ്ങനെ ചിരിച്ച് കണ്ടിട്ടില്ല, ഭയന്നേ കണ്ടിട്ടുള്ളൂ. പിന്നെ ഈ ജമഹൽ ആണെങ്കിലും ഇരിയാണെങ്കിലും, ഇരിയൊക്കെ ശരിക്കും വരണ്ടു പോയിരുന്നു, ആരും ചിരിച്ച് കണ്ടിട്ടില്ല. ആങ്ക്ലേവ് നല്ല ചിരിയായിരുന്നു ഗൈസ് അത് കണ്ടിട്ട്. അത് ഒരുപക്ഷെ കോൺഫിഡൻസ് ആയിരിക്കാം, ഓവർ കോൺഫിഡൻസ് ആയിരിക്കാം. അത് നമുക്ക് ഫൈറ്റിന് ശേഷമേ മനസ്സിലാവത്തുള്ളൂ, എനിക്ക് അറിഞ്ഞുകൂടാ. അല്ലെങ്കിൽ വെൽ പ്രിപ്പയർഡ് ആണ് കേട്ടോ. അത് ആങ്ക്ലേവിൻ്റെ കാഴ്ചപ്പാടിൽ ആ ചിരിയുടെ അർത്ഥം എന്താണ്? ആങ്ക്ലേവിൻ്റെ കാഴ്ചപ്പാടിൽ ആങ്ക്ലേവ് നല്ലോണം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു എന്നാണ് ആ ചിരി സൂചിപ്പിക്കുന്നത്. ഇനിയും അലക്സിലേക്ക് വരാം. അലക്സ് പെരേര ഷാബ. അലക്സ് കലിപ്പിലാണ് കേട്ടോ, ഇപ്പോഴും കലിപ്പിലാണ്. ഒരുപക്ഷെ അലക്സ് ഇച്ചിരി കൂടെ ആഴത്തിൽ നോക്കുമ്പോൾ ആ ആങ്ക്ലേവ് ചിരിച്ചപ്പോൾ അലക്സ് ഇത്തിരി ഒരു സർപ്രൈസും കൂടിയായി. എടാ, ഇവൻ ഭയങ്കര പ്രിപ്പയർഡ് ആണല്ലോ. ഖലീൽ റൗണ്ട്രിയുടെ കൂടെയുള്ള ഫൈറ്റിൽ റിങ്ങിൽ ഇവർ ഫൈറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇവരിങ്ങനെ നോക്കി നിൽക്കുമല്ലോ. അപ്പോൾ അലക്സ് പറഞ്ഞിരുന്നു, അലക്സിന് ഇങ്ങനെ കണ്ണിലേക്ക് നോക്കുന്നൊരു ഇതുണ്ട്, ഖലീൽ നല്ല പ്രിപ്പയർഡ് ആയിരുന്നു, അപ്പോൾ ഇതൊരു ടഫ് ബാറ്റിൽ ആയിരിക്കും എന്ന് അലക്സ് മുൻകൂട്ടി. അപ്പോൾ ഒരുപക്ഷെ അതിനേക്കാട്ടിലും ഭീകരമായിട്ടുള്ള ഒരു വൈബ് അലക്സ് പെരേരയ്ക്ക് കിട്ടിയിട്ടുണ്ടാവും. കാരണം അലക്സ് നോക്കുന്നുണ്ടായിരുന്നു, ആങ്ക്ലേവിൻ്റെ ആ ചിരി അലക്സ് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്കങ്ങനെ മനസ്സിലായി. പിന്നെ ആ കലിപ്പ് ഒരുപക്ഷെ ആങ്ക്ലേവിനോട് കലിപ്പില്ലായിരിക്കാം, അതോ ഉണ്ടോ എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ ഡെഫിനറ്റ്ലി ആ റിപ്പോർട്ടറിനോടുണ്ട് കേട്ടോ. അതൊരു ആവശ്യമില്ലാത്ത ചോദ്യമായിരുന്നു. അതായത് ടയർ ഷോപ്പിലേക്ക്, അതൊക്കെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ്, പേഴ്സണൽ അറ്റാക്ക് ആയിപ്പോയി. എനിക്കത് ഒട്ടും ഒരു ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ദാറ്റ് ഈസ് പേഴ്സണൽ തിങ് അല്ലേ. പണ്ടത്തെ ആ ദാരിദ്ര്യം, അതൊന്നും ചെയ്യാൻ പാടില്ല, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അത് അലക്സിനും എന്തായാലും ഫോർ മീ നമ്മുടെ ഇതല്ലല്ലോ ഇമ്പോർട്ടൻറ്റ്. അലക്സ് പെരേരയ്ക്ക് അത് ശരിക്ക് ഹെർട്ടായ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. അതിപ്പോൾ കലിപ്പിലാണ് പുള്ളി. പിന്നെ ആ ഒരു കള്ളുകൂടി പരാമർശം, അത് എനിക്ക് തോന്നുന്നു ആങ്ക്ലേവാണ് നടത്തിയെന്ന് തോന്നുന്നു. അതും പുള്ളിക്ക് ശരിക്കും ഫീൽ ആയിട്ട്. ഞാനൊരു വീഡിയോ കണ്ടു, ഇങ്ങനെ പുള്ളി അലക്സ് കോച്ചിനോട് സംസാരിക്കുന്നതായിട്ട്. അതായത് ഈ ആ കള്ളുകൂടി കാലത്തെക്കുറിച്ച് ഓർപ്പിക്കുന്നു, അങ്ങനെ പുള്ളി ഇച്ചിരി ഇമോഷണൽ ആവുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ അലക്സ് പെരേര കട്ട കലിപ്പിലാണ്, എന്നാൽ ഫോക്കസ്ഡുമാണ്. പുള്ളി ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു ആങ്ക്ലേവിനെ, ഇവൻ്റെ ചിരി. മൊത്തത്തിൽ എനിക്ക് ഫീൽ ചെയ്തതെന്ന് പറഞ്ഞാൽ അലക്സ് പെരേരയുടെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഫൈറ്റ് ജയിച്ചാലും തോറ്റാലും ആങ്ക്ലേവിനിട്ട് രണ്ട് കൊടുക്കണം, രണ്ട് പൊട്ടിക്കണം എന്നുള്ള ഒരു ഇത് അലക്സിൻ്റെ ആ ഒരു ഇതിൽ നിന്ന് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ മൊത്തത്തിൽ അറിയാലോ, നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള എൻ്റെ പ്രഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആങ്ക്ലേവ് ജയിക്കും എന്നാണ് പ്രഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഞാൻ ഇപ്പോൾ പറയുന്നു ഗൈസ്, എൻ്റെ പ്രഡിക്ഷൻ തെറ്റട്ടെ. എൻ്റെ പ്രഡിക്ഷൻ തെറ്റിച്ചുകൊണ്ട് അലക്സ് പെരേര ആങ്ക്ലേവിനെ നോക്കൗട്ട് ചെയ്യട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. കാരണം മൊത്തത്തിൽ എനിക്ക് ഇത് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, അത് ബുദ്ധിമുട്ടാണ് ഗൈസ്, ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അലക്സ് പെരേര ഫാനാണ്. പിന്നെ നമ്മൾ ഒരു പ്രഡിക്ഷൻ നടത്തുമ്പോൾ ഉണ്ടല്ലോ, എന്തെങ്കിലും ലോജിക് ഉണ്ട്. ആ ലോജിക്കിൽ ആങ്ക്ലേവാണ് ജയിച്ചത്, അതുകൊണ്ടാണ് ഞാൻ ആങ്ക്ലേവിനെ പിക്ക് ചെയ്തത്. കാരണം എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. പക്ഷേ ആ ലോജിക്കിനെ മറികടന്നുകൊണ്ട്, ആ പ്രഡിക്ഷനെ തെറ്റിച്ചുകൊണ്ട് അലക്സ് പെരേര എങ്ങനെയെങ്കിലും ജയിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം എന്താണെന്നറിയാം, കാണികൾക്ക്, നമ്മൾക്ക് ഓഡിയൻസിന് അലക്സ് പെരേര ജയിക്കുന്നതാണ് നല്ലത്. കാരണം അലക്സ് പെരേരയ്ക്ക് ആ മൊത്തത്തിലുള്ള എന്തോ ഒരു വൈബുണ്ട്, എൻ്റർടൈൻമെൻറ്റ് വൈബ്. കാരണം ഈ ഫൈറ്റ് ജയിക്കുകയാണെങ്കിൽ പുള്ളിയുടെ മാർക്കറ്റ്, പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ സംഭവം തന്നെ വീണ്ടും ആവർത്തിക്കുന്നില്ല, മൊത്തത്തിൽ നല്ലതായിരിക്കുമെന്നേ. അതേസമയം ഈ ഫൈറ്റ് തോക്കുകയാണെങ്കിൽ, ആങ്ക്ലേവ് ജയിക്കുകയാണെങ്കിൽ ആ ഒരു പുള്ളിങ് പവർ അങ്ങ് കുറയില്ലേ അലക്സ് പെരേരയുടെ. എന്നാലും നമ്മൾ കാണും, എന്നാലും കളി ജയിക്കുന്ന പോലെ ആവില്ലല്ലോ. അതേസമയം ആങ്ക്ലേവ് ജയിക്കുകയാണെങ്കിൽ, നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത പോലെ ജയിക്കുകയാണെങ്കിൽ
എന്താ സംഭവം എന്ന് അറിയോ, അങ്കലേവിന് നല്ലത്, അങ്കലേവിൻ്റെ ടീമിന് നല്ലത്, അത് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? ഇല്ല. അങ്കലേവ് വന്ന് ജയിച്ച് അങ്കലേവ് കാശുണ്ടാക്കി അങ്കലേവ് വീട്ടിൽ പോകും. നമുക്ക് പ്രത്യേകിച്ച് ഒരു എൻ്റർടൈൻമെൻറ്റ് വൈബ് ഉണ്ടോ? എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്. നമുക്കെന്ന് പറയാൻ പറ്റില്ല, ഓരോ നാട്ടുകാർക്കും ഓരോ അഭിപ്രായമുണ്ട്. ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞാൽ, എനിക്ക് പ്രത്യേകിച്ച് ഞാൻ പ്രെഡിക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എനിക്ക് പ്രത്യേകിച്ച് അങ്കലേവ് ജയിച്ചാൽ വലിയ യൂസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എനിക്ക് അലക്സ് പെരേര ജയിക്കുന്നതാണ് കുറച്ചും കൂടെ എൻ്റർടൈൻമെൻറ്റ് വൈബ്. ബട്ട് എനിവേസ് ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ് എന്ന് പറയുന്ന പോലെ, കോണർ മെഗ്രഗർ അല്ലേ അത് പറഞ്ഞത് അല്ലേ, ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ് എന്ന് പറയുന്ന പോലെ നടക്കേണ്ടത് നടക്കും. നമുക്ക് നോക്കാം. മൊത്തത്തിൽ അങ്കലേവ് കോൺഫിഡൻറ്റ്, സൂപ്പർ കോൺഫിഡൻറ്റ് ബട്ട് റിലാക്സ്ഡ് ആണ് പുള്ളി, ചില്ലാണ് ഗൈസ്. അതേസമയം അലക്സ് പെരേര അഗൈൻ സൂപ്പർ കോൺഫിഡൻറ്റ്, ഫോക്കസ്ഡ് ബട്ട് കലിപ്പിലാണ് ഗൈസ്. അപ്പം ലെറ്റ്സ് ഗോ ഷാബ.